നമ്മൾ ഇന്ന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫാബ്രിക്കിൻ്റെ കളക്ഷൻസാണ് കാണിക്കുന്നത്. ബുക്കിംഗ്സ് സൈറ്റ് തന്നെ ചെയ്യുക. www.glitzindia.com ആണ് സൈറ്റ് ഐ ഡി. സ്റ്റിച്ചിങ് നീഡഡ് ആണെങ്കിൽ കസ്റ്റമർ നോട്ടിൽ സ്റ്റിച്ചിങ് നീഡ് മെൻഷൻ ചെയ്യുക. ഇവിടുന്ന് ഡിസൈനേഴ്സ് കോൺടാക്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് അയച്ചു തരും കേട്ടോ. ഓൾ ദി ഡീറ്റെയിൽസ് ആർ ഗിവൺ ഇൻ ദി ഡിസ്ക്രിപ്ഷൻ ബോക്സ്. പ്ലീസ് ചെക്ക് ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ബുക്ക് ടു ദ സൈറ്റ് ഇറ്റ്സെൽഫ്. അപ്പോൾ നമുക്ക് കളക്ഷൻസ് തുറന്നിട്ട് കാണാം. ഫസ്റ്റ് വൺ വരുന്നത് ഇത് വരുന്നത് നല്ലൊരു സെമി ടസർ പോലത്തെ ഒരു ഫാബ്രിക്കാണ്. 1850 ആണ് റേറ്റ്. ശരിക്കും ഇത് നല്ലൊരു സോഫ്റ്റ് ഫിനിഷിലുള്ള ഫാബ്രിക്കാണ്. നല്ല കൂളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയൊരു ഫാബ്രിക്കാണ്. യോക്കിലല്ല പാനൽ പാറ്റേണിൽ ഫുൾ ത്രെഡ് വർക്ക്, നല്ല റിച്ച് ആയിട്ടുള്ള ത്രെഡ് വർക്ക് ചെയ്തേക്കുന്നത്. സ്കാറ്റർ ചെയ്തിട്ട് ഫ്രണ്ട് പോർഷനിലും ചെയ്തിട്ടുണ്ട്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരിക. കളർ വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ പിങ്ക് ഷെയ്ഡ്. ഈ പാനൽ പാറ്റേൺ വരുന്നതുകൊണ്ട് നമ്മൾ തയ്ച്ചിട്ടാൽ നല്ലൊരു ഷേപ്പ് ഒതുങ്ങി കിടക്കുകയും ചെയ്യും. ദുപ്പട്ട നല്ല റിച്ച് ആയിട്ടുള്ള ദുപ്പട്ടയിലെ വർക്കൊക്കെ നോക്കും. ഭയങ്കര ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള വർക്കാണ്. കൂളായിട്ടുള്ള ഫാബ്രിക്കുമാണ്. ടാസൽസും ഒക്കെ വെച്ചിട്ട് നല്ല ഫിനിഷിങ് ഫാബ്രിക്. ബോട്ടം സാൻറ്റൂണാണ് ഇതുപോലെ. നെക്സ്റ്റ് കളർ വരുന്നത് ഈ കളറൊക്കെ നല്ല റെയർ ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ്. നല്ല ഭംഗിയുണ്ട് ഈ കളർ കാണാനായിട്ട്. ഇതിന് കളർ കറക്റ്റ് പറയാൻ പറ്റുന്നില്ല. നല്ലൊരു ഫ്ലഷ് കളർ എന്ന് പറയുന്നത് നല്ല രസമുണ്ട് കേട്ടോ. ഭംഗിയുള്ളൊരു ഷെയ്ഡ്. ഇതിൻ്റെ ദുപ്പട്ട ഉണ്ടോ, ഭയങ്കര ക്ലാസി ആയിട്ടുള്ള ഇവിടെ നമ്മൾ റിച്ച് ആയിട്ടുള്ള സെറ്റ്സിൽ വരുന്ന അതേ ദുപ്പട്ട. ആ ടാസൽസും ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ പേസ്റ്റൽ ഷെയ്ഡ്സിലൊക്കെ വരുന്ന കളർ കോമ്പിനേഷനാണ്. ഗ്രീനാണ് നെക്സ്റ്റ് ഷെയ്ഡ്. 1850 റേഞ്ച്. നല്ല ക്ലാസി ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള സെറ്റ്. ദുപ്പട്ട ഇതുപോലെ ഫുൾ ത്രെഡ് വർക്ക് വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ദുപ്പട്ട. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഗ്രീൻ ഷെയ്ഡ്. ഇനി വരുന്നത് ഇതുപോലെ. ഇതൊക്കെ തയ്ച്ചിട്ടാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നല്ല ലെങ്ത്തും ഉണ്ട് വിട്ടും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് 46 48 ഒക്കെ ഉള്ളവർക്ക് നന്നായിട്ട് തയ്ച്ചിടാം. കുറേ പേര് 46 48 ഒക്കെ കുർത്തീസ് ചോദിക്കാറുണ്ട്. നന്നായിട്ട് ഫാബ്രിക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിങ്ങനത്തെ സെറ്റ്സൊക്കെ എടുത്തിട്ട് തയ്ച്ചിട്ടാൽ നിങ്ങളുടെ അളവിൽ തന്നെ നല്ല ഭംഗിയിൽ തയ്ച്ചു കിട്ടും. ബോട്ടം വരുന്നത് ഇതുപോലെ. ഇനി വരുന്നത് ലൈറ്റ് പിങ്ക്. കണ്ടോ, നല്ല ഭംഗിയുള്ള വർക്ക്. ഫാബ്രിക് നല്ല ക്ലാസി വർക്ക്. നിങ്ങൾക്ക് കൈ കിട്ടിക്കഴിയുമ്പോൾ അറിയാൻ പറ്റും ഫാബ്രിക്കിൻ്റെ ആ ഒരു ക്വാളിറ്റി. നല്ല സോഫ്റ്റ് ഫിനിഷിൽ വന്നിട്ടുള്ള നീറ്റായിട്ടുള്ള ഫാബ്രിക്. ദുപ്പട്ട ഫുൾ ത്രെഡ് വർക്ക് വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ. ആൻഡ് ബോട്ടം സെയിം തന്നെ സാൻറ്റൂൺ. നെക്സ്റ്റ് വൺ വരുന്നത് ഇതുപോലെ. ഇതൊരു 1780 റേഞ്ച്. അതിൻ്റെ ദാമൻ ഏരിയയിൽ വർക്ക്. ദാമൻ ഏരിയയിൽ നിങ്ങൾക്കിത് യോക്കാക്കി എടുക്കണമെങ്കിൽ യോക്കാക്കി എടുക്കാം കേട്ടോ. അതെങ്ങനെ വേണമെങ്കിലും എടുക്കാം. അല്ല ദാമൻ ഏരിയയിലാക്കി വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിന് കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ദുപ്പട്ടയാണ്. ഗ്രേയും നല്ലൊരു പീച്ചിൻ്റെ ലൈറ്റ് ടോൺ, ഡസ്റ്റി പീച്ച്. നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ. ബോട്ടം ഇങ്ങനെ. നെക്സ്റ്റ് വൺ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കളർ കോമ്പിനേഷനാണ് ലാവൻഡർ. ലാവൻഡറിലും സെയിം വർക്കാണ്. താഴത്തെ വർക്ക് കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിലേക്ക് ആക്കി വേണമെങ്കിൽ എടുക്കാം കേട്ടോ. കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷനിലുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ടയിൽ കണ്ടോ വർക്ക് നല്ല ഫിനിഷിങ്ങിലുള്ള വർക്കാണ്. പ്യോർ ടസറിലൊക്കെ വരുന്ന അതേപോലത്തെ ഫിനിഷിങ്ങിലാണ് ദുപ്പട്ടയിലെ വർക്ക് വന്നിരിക്കുന്നത്. ഭയങ്കര രസമാണ്. അതിനകത്തേക്ക് ചെറിയൊരു ലാവൻഡർ ഫ്ലവേഴ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പിനേഷൻ. ആൻഡ് ബോട്ടം ഇങ്ങനെ നല്ല രസമുള്ളൊരു കോമ്പിനേഷന്. ഇനി വരുന്നത് 1820 റേഞ്ച്. ഗ്രേ ആണ് ഷെയ്ഡ്. താഴേക്ക് ഇതുപോലെ റിച്ച് ആയിട്ടുള്ള വർക്ക് ദാമൻ ഏരിയയിൽ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള വർക്ക്. ആൻഡ് ദുപ്പട്ട സോഫ്റ്റ് കോട്ട ഫാബ്രിക്കിൽ വന്നിട്ടുള്ള നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ദുപ്പട്ട. ഭയങ്കര എലഗൻ്റ് ആയിരിക്കും കേട്ടോ. ഇത് ഇട്ട് കഴിഞ്ഞാൽ തയ്ച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ആൻഡ് ബോട്ടം വന്നിരിക്കുന്നത് ഇങ്ങനെ നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ. നെക്സ്റ്റ് വൺ ബ്ലൂ ആണ്. ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ്. അതിലും വർക്ക് താഴെ ഇതുപോലെ സിൽവർ ത്രെഡും പിന്നെ ഒരു ഡാർക്ക് ബ്ലൂ ത്രെഡ് വെച്ചിട്ടാണ് വർക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ഓർഗൻസ ദുപ്പട്ടയാണ് കേട്ടോ. ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട. ആൻഡ് ബോട്ടം വന്നിരിക്കുന്നത് സെയിം ടോണാണ് ഇങ്ങനെ. ഈ ഫാബ്രിക്കൊക്കെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. കുറേ നാൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. 1820 ആണ് റേറ്റ്. ലാസ്റ്റ് കളർ ഗ്രീനിൻ്റെ തന്നെ നമ്മുടെ ഒലിവ് ഗ്രീനിനെക്കാട്ടിലും കുറച്ചുകൂടി ലൈറ്റ് ടോൺ. ദാമൻ ഏരിയയിൽ ഇതുപോലെ നല്ല രസമുള്ള വർക്ക്. ദുപ്പട്ട സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ദുപ്പട്ട. ആൻഡ് ബോട്ടം വന്നിരിക്കുന്നത് ഇതുപോലെ
അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിൽ ഏതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് അതർ വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല, ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാകും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടുന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.